കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടേരി മർദ്ദിച്ചു എന്ന് പരാതി. 2017 വളപട്ടണം SI ആയിരിക്കെ നാറാത്ത് സ്വദേശിയായ വർക്ക്ഷോപ്പ് ഉടമ അഷ്റഫിന്റെ കർണപുടം അടിച്ചു തകർത്തു എന്നാണ് പരാതി. വർക്ക്ഷോപ്പിന്റെ മേൽവാടകയെ ചൊല്ലിയുള്ള പരാതിയെക്കുറിച്ച് സംസാരിക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു മർദ്ദനം. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ പരാതികൾ സ്വീകരിച്ചില്ലെന്നും കോടതി നിർദ്ദേശാനുസരണമാണ് പിന്നീട് കേസെടുത്തതെന്നും അഷ്റഫ് പറയുന്നു. 2/6/2017 സംഭവം. എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഒരു വാടകേൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആ വർക്ക്ഷോപ്പ് മേൽവാടകയ്ക്ക് എടുത്തത്. അപ്പോൾ ആ മേൽവാടകയ്ക്ക് എടുത്ത വ്യക്തി അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് വാടക കൊടുക്കാതുകൊണ്ട് അയാൾ ഈ കോടതി കേസ് കൊടുത്തു. ഈ വാടക ഇതായിട്ടുള്ള കോടതിയിൽ കേസ് കൊടുത്തിട്ട് എന്നെ 2ാം പ്രതിയാക്കി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവനോട് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ വാടക തരണമെങ്കിൽ എന്നെ കേസ് തീരാണ്ട് തരില്ല എന്ന് തൊട്ട് ഞാൻ അവനും. അപ്പോൾ ഇവരത് ശ്രീജിത്ത് കോടേരിൻ്റെ അടുത്ത് അന്ന് അയാൾ വളപട്ടണം SI ഇപ്പോഴത്തെ ടൗൺ CI ആയ ശ്രീജിത്ത് കോടേരി അന്ന് വളപട്ടണം SI അടുത്ത് കംപ്ലൈൻറ്റ് അയാൾ അവിടെ നിന്ന് പോലീസുകാർ അയച്ചിട്ട് എന്നെ വളപട്ടണം സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. വൈകുന്നേരം ഒരു 3 മണിക്ക്. അന്ന് നോമ്പാണ്, 2ാമത്തെ നോമ്പാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി പോയപാടെ എന്നെ അവിടെ കസേല ഇരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ലോക്കപ്പിൻ്റെ അടുത്ത റൂമിലുള്ളടുത്ത് ഇരുത്തിയിട്ട് എന്നെ നീ പൈസ കൊടുക്കാണ്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 കൈ കൊണ്ട് എന്നെ ചെവി 2 ടച്ചടിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു വിസിൽ പോലത്തെ സൗണ്ടൊക്കെ തോന്നി. പിന്നെ കുറേ സമയം അവിടെ നിർത്തി. പിന്നീട് അയാൾക്ക് തോന്നിയിട്ട് എന്നെ വിട്ടയച്ചു. ഞാൻ പിന്നെ പിറ്റേന്ന് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കും. വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ AKG ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു. അടുത്ത ENT ഡോക്ടറെ കണ്ടപ്പം എൻ്റെ കർണപുടം 2ഉം പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റാണോ എന്ന്. അപ്പം ഞാനന്ന് എന്തോ ശനിയാഴ്ചയല്ല, എനിക്ക് വർക്ക്ഷോപ്പിൽ വണ്ടിയൊക്കെ കൊടുക്കാൻ, ശനിയാഴ്ച ആകുമ്പോൾ വണ്ടിയൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനന്ന് മരുന്നൊക്കെ കുറിച്ച് വാങ്ങിയിട്ട് ഇതായി. പിറ്റേന്ന് എനിക്ക് വേദന കൂടിയപ്പോൾ ഞാൻ ഞായറാഴ്ച പോയിട്ട് അഞ്ചപ്പം എന്നെ അഡ്മിറ്റായിട്ട് ഞാൻ ഇതുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് കോടതി ഇതെല്ലാം പോയി എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവർ എടുത്തില്ല. അവസാനം ഞാൻ കോടതിയിൽ നേരിട്ടിട്ട് കേസ് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണം. സുനിൽ ഐസക് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സുനിൽ, ഈ കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ട് ഇപ്പോൾ ആ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? അജിംസ, കേസ് അതിന്റെ വിചാരണ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന് അത് വലിയ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയൊക്കെ അതിന് പിന്നാലെയാണ് പോലീസ് മർദ്ദനങ്ങളുടെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ഈ അഷ്റഫിന്റെ കാര്യത്തിൽ അത് ഏതാണ്ട് 7-8 വർഷക്കാലം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2017 അഷ്റഫിന് മർദ്ദനമേൽക്കുന്നത്. അത് അഷ്റഫ് പ്രതിയല്ലാത്ത ഒരു കേസിൽ, അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടില്ലാത്ത ഒരു കേസിൽ അഷ്റഫിനെ ബലമായി പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് വളപട്ടണം സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു, അയാളെ അസഭ്യം വിളിക്കുന്നു. ഒപ്പം അതിനുശേഷമാണ് അയാളുടെ 2 ചെവിക്കല്ലും അടിച്ച് തകർക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഈ മർദ്ദനമൊക്കെ കഴിയുമ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ഇയാൾ ഈ കേസിൽ പെട്ടിട്ടില്ലാത്ത ആളാണ്, ഇയാളല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളെന്ന്. അതായത് കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് ഒരു ഉടമസ്ഥനിൽ നിന്ന് മറ്റൊരാൾ വാടകയ്ക്ക് എടുക്കുന്നു. അയാളിൽ നിന്നാണ് അഷ്റഫ് നടത്തിപ്പിനായി എടുക്കുന്നത്. ഈ ആദ്യം വാടകയ്ക്കെടുത്ത ആളും അതിന്റെ യഥാർത്ഥ ഉടമയും തമ്മിലുണ്ടായ വാടക സംബന്ധിച്ച ചില തർക്കങ്ങളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ആ ഉടമസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ആ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നതാവട്ടെ അതിന്റെ 2ാമത്തെ നടത്തിപ്പുകാരനായിരുന്ന അഷ്റഫിനെയായിരുന്നു. അത് പോലീസ് തെറ്റിദ്ധരിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം വലിയ ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വരുന്നു. വൈകിട്ടോടുകൂടി ഇയാളല്ല യഥാർത്ഥ പ്രതിയെന്ന് പോലീസിന് മനസ്സിലാവുന്നു. തുടർന്ന് ഇയാളോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞയക്കുകയാണ്. പക്ഷെ പിന്നീട് വരുന്ന വഴിയെല്ലാം ഇയാൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. ആ ചെവിയിൽ നിന്ന് വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നു. ഇതേ തുടർന്ന് കണ്ണൂരിൽ AKG ആശുപത്രിയിലെ ENT ഡോക്ടറെ കാണിക്കുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ചെവിയുടെ 2 കർണപുടങ്ങളും തകർന്നു എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോഴും അയാൾക്ക് ഏതാണ്ട് 35% കേൾവിശക്തി ഇല്ല എന്നാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവിക്ക്, മുഖ്യമന്ത്രിക്ക് ഒക്കെ അഷ്റഫ് പരാതി നൽകി. പക്ഷെ ആ പരാതി ഒരു തരത്തിലും ഗവനിക്കാൻ പോലീസ് തയ്യാറാവാതെ വന്നതോടുകൂടിയാണ് അഷ്റഫ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിലാണ് കേസിന്റെ തുടർ നടപടികളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ആ കേസ് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ഈ ശ്രീജിത്ത് കോടേരി ഇന്നിപ്പോൾ നിലവിൽ ടൗൺ SHO ആണ്. ഇയാൾക്കെതിരെ നേരത്തെയും നിരവധി അലിഗേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശ്രീജിത്ത് കോടേരി. നമുക്കറിയാം, നേരത്തെ ടൗണിലെ ഒരു വ്യവസായിയിൽ നിന്ന് ഒരു ഉപഹാരം കൈപ്പറ്റി എന്നുള്ള ആരോപണം നേരിട്ട ആളാണ്.
അതിനു മുമ്പും അദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് നിരവധി വിഷയങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മർദ്ദനത്തിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കഴിഞ്ഞ 7 വർഷക്കാലം അഷ്റഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ ഒറ്റയ്ക്ക് നയിച്ച ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ കൂടി ഈ കേസിൽ CCTV ദൃശ്യങ്ങൾ നിർണായകമാണല്ലോ, അത് ലഭ്യമായിട്ടുണ്ടോ? അന്ന് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ CCTV ഉണ്ടായിരുന്നില്ല എന്നാണ് അഷ്റഫ് നൽകിയ വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി ലഭിക്കുന്നത്. അതുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് കൃത്യമായി ഇതിനകത്ത് പോലീസ് മർദ്ദനത്തിന്റെ സാക്ഷികളുണ്ട്. പോലീസ് മർദ്ദിച്ചു എന്നുള്ളതിന്റെ കൃത്യമായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭാഗികമായെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി അവരുടെ വിസ്തരിച്ചിരുന്നു. അതിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും അതിൽ കോടതിക്ക് നിന്ന് അനുകൂലമായ ഒരു മറുപടി കിട്ടും, അല്ലെങ്കിൽ ഒരു വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അഷ്റഫ് ഉള്ളത്.